Hello guys, welcome back to my channel Journey Through Abhi. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ജാവാസ്ക്രിപ്റ്റ് എന്താണ്, വെബ് പേജിൽ എന്ത് റോളാണുള്ളത്, അങ്ങനെ കുറച്ച് ജാവാസ്ക്രിപ്റ്റിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഒരു ബേസിക് ഐഡിയാസ് ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കിയിട്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഞാനൊരു സിമ്പിൾ വേർഡ്, ജാവാസ്ക്രിപ്റ്റിന് പല ഡെഫിനേഷനുണ്ട്, കുറേ ഗൂഗിൾ ചെയ്ത പല ഡെഫിനേഷൻ കാണും. ജസ്റ്റ് ഒരു സിമ്പിൾ വേർഡ് പറയാം. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ ഹൈ ലെവൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മൾട്ടി പാരഡി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മൾട്ടി പാരഡി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ദെൻ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അല്ല, ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും, ജസ്റ്റ് തിയറി ജസ്റ്റ് പഠിപ്പിച്ച് അതെന്താണെന്ന് പറഞ്ഞില്ല. ജാവാസ്ക്രിപ്റ്റ് ഹൈ ലെവലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മൾട്ടി പാരഡി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. ഈ മൾട്ടി പാരഡിം എന്താ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താ, ഹൈ ലെവൽ എന്താ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്താ, എന്തുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ പറയുന്നത് എന്നൊന്നും അത് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിക്കാണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് നോക്കാം. ആക്ച്വലി ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പം ഹ്യൂമൻസിൻ്റെ അടുത്ത് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ, ഹ്യൂമൻസിൻ്റെ അടുത്ത് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഞാൻ മലയാളം സംസാരിക്കുന്നതാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഇംഗ്ലീഷ് സംസാരിക്കും, ജപ്പാനിൽ ജപ്പാൻ സംസാരിക്കും, അങ്ങനെ ചൈനയിൽ ചൈനീസ് സംസാരിക്കും, അങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഇല്ലേ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനാണ് ലാംഗ്വേജ്. നമ്മുടെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്നതിനാണ് ലാംഗ്വേജ് എന്ന് പറയും. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കമ്പ്യൂട്ടർ, അപ്പോൾ ഇൻസ്ട്രക്ട് ചെയ്യുകയാണ് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നത്. പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസ് എന്നാണ്, ഓരോ ഇൻസ്ട്രക്ഷൻസിനാണ് ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടറിനോട് എന്തെങ്കിലും എന്ന് പറയുന്നത് ഇഫ് എൽസ് ആ ഒരു എക്സാമ്പിൾ ആയിട്ടില്ല. ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഴിഞ്ഞ പ്രോഗ്രാമിൽ ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അമേസിംഗ് എന്ന് വേരിയബിൾ സ്റ്റോർ ചെയ്ത് ആ അമേസിംഗ് ജാവാസ്ക്രിപ്റ്റ് ഈക്വൽ ആണെങ്കിൽ അലേർട്ട് ബോക്സിലുള്ള ജാവാസ്ക്രിപ്റ്റ് ഫണ്ട് അത് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്തില്ലേ. ആ ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം, ഇങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയുന്ന ലാംഗ്വേജ് ഇങ്ങനെയാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പ്യൂട്ടറിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, കാരണം നമുക്ക് എന്തെങ്കിലും ആക്ഷൻ വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നത്. സോ ആക്ഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ്. സോ അതുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, പ്രോഗ്രാമിംഗ് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തെങ്കിലും കമ്പ്യൂട്ടറിനോട് എന്ന് പറയും. ടു ഡു സംതിങ്സ് ചെയ്യുമെന്ന് പറയുന്നതിനെയാണ് ഇൻസ്ട്രക്ഷൻസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അതിന് കണക്കായിട്ട് കമ്പ്യൂട്ടർ ചെയ്യും. അതിനാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം കോഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ഓരോ കോഡുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഹൈ ലെവൽ നോക്കാം. ഹൈ ലെവൽ എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻസിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് ഒരിക്കലും ഇംഗ്ലീഷോ മലയാളമോ ഒന്നും അറിയാൻ പറ്റില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ 010 ആണ്, മെഷീൻ ലാംഗ്വേജാണ്. പക്ഷേ എങ്കിൽ ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ്. എന്തുകൊണ്ടാണ് ഹൈ ലെവൽ എന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻസ് ആണ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറല്ല. ഓക്കെ, അപ്പോൾ ഹ്യൂമൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ. മെഷീൻ ലാംഗ്വേജിൽ നിന്ന് വരുമ്പോൾ നമ്മൾ മെമ്മറി മാനേജ് അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഹൈ ലെവലിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ കോംപ്ലക്സ് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ലൈക്ക് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന്. സോ ഹൈ ലെവൽ ലാംഗ്വേജ് വെച്ചാൽ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ആയിരിക്കും. ഹ്യൂമൻസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ്. കാരണം ഈഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട ഒരു എക്സാമ്പിൾ തന്നെ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഈഫ് പറയുന്നത്. പല എക്സാമ്പിൾസ് ഉണ്ട്. ഈഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തിരിക്കുക. ഈഫ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വാക്യമാണ്, ആണെങ്കിലും എന്ന രീതിയിൽ. സോ അത് ഹ്യൂമൻസുമായിട്ട് റിലേറ്റഡ്, ഒരിക്കലും കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ്. കമ്പ്യൂട്ടറിന് ഒരിക്കലും ഈഫ് എന്ന് പറഞ്ഞ ഭാഷ തിരിയത്തില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് 010101. കമ്പ്യൂട്ടർ പക്ഷേ മെഷീനാണ്. സോ ഒരു കുഞ്ഞു കുട്ടി വരിക. സോ അതിനൊരിക്കലും വേറെ ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണെന്നും കൂടി പറഞ്ഞത്. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ജാവാസ്ക്രിപ്റ്റിൽ മോസ്റ്റ് റോളിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ജാവാസ്ക്രിപ്റ്റ്. ചില ലാംഗ്വേജ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും, ചിലത് സ്ട്രക്ചറൽ ലാംഗ്വേജ് ആയിരിക്കും. ഈ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും. ലൈക്ക് ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഒബ്ജക്റ്റിലായിരിക്കും, കീ വാല്യൂ പേസ് പോലെ. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്താണെന്ന് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി ജാവാസ്ക്രിപ്റ്റ് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കാം. ഒരു ഐഡിയ വന്നില്ല, ആ ടൈം പഠിക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്താണെന്ന് മനസ്സിലാവും. സോ ഓരോന്നും മനസ്സിലാക്കി അതിൻ്റെ ഡെഫിനിഷൻ പറയും. അതാകുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. ഇത് ബൈ ഹാർട്ട് പഠിച്ച് പഠിക്കുന്നതിനെക്കാട്ടി സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാൽ മൾട്ടി പാരഡി.
മൾട്ടി പാരഡൈം എന്ന് വെച്ചാൽ വേ ഓഫ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റൈല് നമ്മൾ ചെയ്യുന്നൊരു സ്റ്റൈൽ. ഇപ്പോൾ രജനി അതിനൊരു സ്റ്റൈലുണ്ട്, സിനിമയുടെ മാർഗം വെച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു സ്റ്റൈലില്ല. അതുപോലെ പാരഡൈം എന്ന് വെച്ചാൽ ഒരു സ്റ്റൈലാണ്, നമ്മൾ ചെയ്യുന്നൊരു സ്റ്റൈല്. അപ്പോൾ മൾട്ടി പാരഡൈം എന്ന് വെച്ചാൽ പല സ്റ്റൈലുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് നിന്ന് മൾട്ടി പാരഡൈം പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പല രീതിയിൽ ചെയ്യാൻ പറ്റും, പല രീതിയിൽ സ്റ്റൈൽസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് മൾട്ടി പാരഡൈം. ചിലയാൾക്ക് ഒരു വേ മാത്രമേ ഉണ്ടാവും. ആദ്യം വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് പിന്നെ കുറച്ച് പ്രോഗ്രാം ജസ്റ്റ് എക്സാമ്പിൾ അങ്ങോട്ടേക്ക് എത്തി കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ഈ കാര്യം ഒന്ന് കേട്ടാൽ അത് നമ്മൾ ജസ്റ്റ് ഒരു കാര്യം വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ദെൻ അതിനെ എന്താ പറയുക ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് അതിന് കോഡ് ചെയ്ത് അങ്ങനെ ഒരു വേ ഓഫ് സ്റ്റൈൽ ഉണ്ടാവും. ആ ഒരു സ്റ്റൈലിലാണ് പല രീതിയിൽ ചെയ്യുക. ആദ്യം എനിക്ക് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് ദെൻ കോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം കോഡ് ചെയ്യുക ദെൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക, അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഓരോ സ്റ്റൈലിൽ നമുക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് മൾട്ടി പാരഡൈം എന്ന് കൂടി പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം വെബ് പേജിൻ്റെ റോൾ എന്താണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ വെബ് പേജിൽ എന്താണ് റോൾ എന്ന്. ഒരു വെബ് പേജ് എന്ന് പറയുന്നത് HTML CSS ജാവാസ്ക്രിപ്റ്റ് കൂടുതലാണ് ഒരു വെബ് പേജ് എന്ന് കോമൺലി പറയും. സോ HTML എന്ന് പറയുന്നത് കണ്ടൻറ്റും CSS എന്ന് പറയുന്നത് ഒരു സ്റ്റൈലിങ്ങുമാണ്. അത് എല്ലാവർക്കും HTML CSS എന്താണെന്ന് അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു എന്താ പറയുക ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. വെബ് ആപ്ലിക്കേഷൻ പിന്നെ ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇത് വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് മെയിൻ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് മാത്രം ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒരു മൗസ് ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വർക്കിംഗ് നടക്കണ്ടെങ്കിൽ അവിടെ ഒരു ജാവാസ്ക്രിപ്റ്റ് വേണം. ഓക്കെ, പിന്നെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നത്തിങ് യു കാൻ ഡു വിത്ത് ജാവാസ്ക്രിപ്റ്റ്. മോസ്റ്റ് പ്രോബബിളി ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. കാരണം ഫ്രണ്ട് എൻഡിലായാലും ബാക്ക് എൻഡിലായാലും ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലായാലും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലായാലും എന്തിനായാലും ജാവാസ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു ലാംഗ്വേജ് മോസ്റ്റ് പ്രോബബിളി ഉണ്ട്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ക്യാൻ റൺ ഔട്ട്സൈഡ് വെബ് ബ്രൗസർ. ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡിൽ മാത്രമല്ല, നേരത്തെ HTML CSS ജാവാസ്ക്രിപ്റ്റ് ആയിട്ടില്ല, ഫ്രണ്ട് എൻഡിൽ മാത്രമല്ല ജാവാസ്ക്രിപ്റ്റ് വേണ്ടി ബ്രൗസറിൻ്റെ പുറത്ത്, അതായത് സെർവറിലും കൂടി റൺ ചെയ്യാൻ പറ്റും, ബാക്ക് എൻഡിലും കൂടി റൺ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് എൻഡിൽ റൺ ചെയ്യുന്ന ആപ്സിനെയാണ് ആംഗുലർ, റിയാക്ട്, വ്യൂ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതൊക്കെ എന്നാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്ക്സാണ്. ഇത് 100% ബേസ്ഡ് ഓൺ ജാവാസ്ക്രിപ്റ്റ്. ഇതൊക്കെ വേണ്ടിക്കും അതായത് ഇല്ലാണ്ടായാലും ജാവാസ്ക്രിപ്റ്റ് ഒരിക്കലും ഇല്ലാണ്ടാവില്ല. ഓക്കെ, ഇതൊക്കെ എന്താ ഫ്രണ്ട് എൻഡിൽ മിക്കതും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഡൈനാമിക് പെട്ടെന്നുള്ള ചേഞ്ചുകളും വെബ് ആപ്ലിക്കേഷനിലെ മാറ്റങ്ങളും ഒക്കെ ജാവാസ്ക്രിപ്റ്റ് വഴിയാണ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബാക്ക് എൻഡിലും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. ബാക്ക് എൻഡിൽ ഉപയോഗിക്കുന്നത് Node.js. നമ്മൾ ബാക്ക് എൻഡിൽ വെബ് ആപ്ലിക്കേഷൻസോ അല്ല വെബ് സർവേഴ്സിലോ ഉപയോഗിക്കുന്നതാണ് Node.js. അത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണ് ഫ്രണ്ട് എൻഡിലായാലും ബാക്ക് എൻഡിലായാലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലായാലും ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാത്തിലും ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. അതുപോലെ നേറ്റീവ് മൊബൈൽ ആപ്ലിക്കേഷനിലും നേറ്റീവ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലൊക്കെ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാം ചെയ്യുന്നത്. സോ ജാവാസ്ക്രിപ്റ്റ് എല്ലാത്തിലും ഉണ്ട്. സിനിമയിലൊക്കെ ഡയലോഗ് പറയുന്നില്ല, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് എല്ലാത്തിലും ഉണ്ട്. ഫ്രണ്ട് എൻഡിലായാലും ബാക്ക് എൻഡിലായാലും മൊബൈൽ ആപ്ലിക്കേഷൻ ആൻഡ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ മോസ്റ്റ് പ്രോബ്ലം എല്ലാത്തിലും ഉണ്ട്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിൽ യൂസ് ചെയ്യുമ്പോൾ അതിന് ഫ്രണ്ട് എൻഡ് എന്നും നമ്മൾ അതേ ജാവാസ്ക്രിപ്റ്റ് സർവറിൽ യൂസ് ചെയ്യുമ്പോൾ അതിന് ബാക്ക് എൻഡ് എന്നും പറയും. ഓക്കെ, ഇത്രത്തോളം ജാവാസ്ക്രിപ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുള്ളൂ. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ജാവാസ്ക്രിപ്റ്റിൻ്റെ വേർഷൻസാണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് എന്നറിയപ്പെടുന്നതുണ്ട്. ES6 തൊട്ടിട്ട് മോഡേൺ ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ജസ്റ്റ് അടുത്തതിൽ ജസ്റ്റ് പഠിക്കുക. അത് ആവശ്യമുള്ളവർ മാത്രം പഠിച്ചാൽ തിയറി പോകാൻ. എന്തായാലും ജാവാസ്ക്രിപ്റ്റിൻ്റെ ഹിസ്റ്ററി അടുത്തിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇത് മാത്രം അറിഞ്ഞിരിക്കുക. മോഡേൺ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജാവാസ്ക്രിപ്റ്റ്. അത് ES6 തൊട്ട് തുടങ്ങുന്നതാണ്. ES6 ആണ് ലേറ്റസ്റ്റ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, താല്പര്യമുള്ളവർ ആ വീഡിയോ കാണാം. ദെൻ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.